ഹായ്, എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുതിയൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുമല്ലേ? ഞങ്ങളിവിടെ സുഖമായിട്ടിരിക്കുന്നു. ഇന്നത്തെ നമ്മുടെ വീഡിയോ കുറച്ച് ദിവസം മുന്നേ എടുത്തിട്ടുള്ളതാണ് കേട്ടോ. ശനിയാഴ്ച എടുത്തിട്ടുള്ളതാണ്. കഴിഞ്ഞ ശനിയാഴ്ചത്തെ വീഡിയോ ആണ്. അപ്പോൾ എനിക്ക് സുഖമില്ലാത്ത കാരണം കൊണ്ടാണ് വോയിസ് കൊടുക്കാനായിട്ട് പറ്റാത്തത്. ഞാൻ കഴിഞ്ഞ ദിവസം കമ്മ്യൂണിറ്റി പോസ്റ്റിൽ ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ, എനിക്ക് ഫീവർ ആണെന്ന്. വൈറൽ ഫീവർ ആയിരുന്നു. പെട്ടെന്നുണ്ടായിട്ടുള്ള പനിയാണ് കേട്ടോ. ഒരു കുഴപ്പമില്ലാതെ നല്ലതായിട്ട് ഇരുന്നതാണ്. 2 ദിവസം മുന്നേ ആണ് ഇങ്ങനെ പെട്ടെന്ന് ഉച്ചയൊക്കെ ആയപ്പോഴത്തേക്കും ഒരു കുളിര് പോലെ വന്നിട്ട് പെട്ടെന്നൊരു ഫീവർ പോലെ വന്നു. എന്നിട്ട് ഭയങ്കരമായിട്ടുള്ളൊരു ബോഡി പെയിനും കാര്യങ്ങളൊക്കെ ആയി. ഇപ്പോൾ കുറച്ച് നാളായിട്ട് ഞങ്ങൾക്ക് ഇവിടെ ഹോസ്പിറ്റലൈസ്ഡും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. ഓരോരുത്തർക്കായിട്ട് ഓരോ അസുഖങ്ങളായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. ക്ലൈമറ്റിലുള്ള വ്യത്യാസവും ഒക്കെ കാരണമാണ് ഉണ്ടാവുന്നത്. ലൈഫ് എപ്പോഴും ഇങ്ങനെ സ്മൂത്തായിട്ട് എപ്പോഴും പോവില്ലല്ലേ. ഇടയ്ക്കിടയ്ക്ക് ഇതുപോലുള്ള എന്തെങ്കിലുമൊക്കെ ചെറിയ ചെറിയ പ്രശ്നങ്ങളുണ്ടാവും. അപ്പോൾ എന്തൊക്കെ പ്രശ്നങ്ങൾ വന്നാലും നമ്മൾ ആ ഒരു കാര്യം ഫേസ് ചെയ്ത് നമ്മൾ ക്രോസ് ചെയ്ത് മുന്നോട്ട് ജീവിതം കൊണ്ടുപോകുക എന്നുള്ളതാണ്. അങ്ങനെ വയ്യായികയുള്ള സമയത്ത് നന്നായിട്ട് റെസ്റ്റ് എടുക്കണം. പ്രത്യേകിച്ച് നമ്മൾ ഈ യൂട്യൂബൊക്കെ ചെയ്യുന്ന സമയത്ത് നമുക്ക് വീഡിയോ ചെയ്യാനും എന്നുള്ളൊരു മൂഡ് കാണത്തില്ല കേട്ടോ. പിന്നെ മാത്രമല്ല, എനിക്കിവിടെ സഹായിക്കാനും വീഡിയോ എടുത്ത് തരാനും അല്ലെങ്കിൽ എഡിറ്റ് ചെയ്യാനും ഒന്നും ആരുമില്ല. ഞാൻ ഒറ്റയ്ക്കാണ് എല്ലാം ചെയ്യുന്നത്. അപ്പോൾ ഹസ്ബൻഡ് എന്നെ ഹെൽപ്പ് ചെയ്യാമെന്ന് പറഞ്ഞാൽ പോലും എനിക്ക് സ്വന്തമായിട്ട് ചെയ്യുന്നതാണ് കേട്ടോ ഇഷ്ടം. അതുകൊണ്ട് തന്നെ ഞാൻ എൻ്റേതായ കാര്യങ്ങളിൽ ഞാൻ തന്നെ ചെയ്യണം അങ്ങനെയൊക്കെ വിചാരിക്കുന്ന ഒരാളാണ്. പ്രത്യേകിച്ച് യൂട്യൂബിലെ കാര്യങ്ങൾ. അങ്ങനെ കുറച്ച് ദിവസം റെസ്റ്റ് എടുത്തതാണ്. അതുകൊണ്ടാണ് വീഡിയോസ് ഒന്നും കാണാത്തത്. പിന്നെ ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ 2 നല്ല ഹെൽത്തി ആയിട്ടുള്ള റെസിപ്പി ഞാൻ ഷെയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത് നമ്മുടെ മണത്തക്കാളി കീര എന്നാണ് ഇവിടെ തമിഴിൽ പറയുന്നത്. ഭയങ്കര ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉള്ളതാണ് കേട്ടോ. ഒരുപാട് ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉണ്ട്. കണ്ണിൻ്റെ വിഷൻ ഇമ്പ്രൂവ് ചെയ്യാനും അതുപോലെ തന്നെ കോൺസ്റ്റിപ്പേഷനും സ്കിന്നിനും യൂറിനറി ഇൻഫെക്ഷനും ഒക്കെ, ത്രോട്ട് പെയിന്, ഗ്യാസ് പ്രോബ്ലംസ്, ഡ്രൈ കഫ്, അൾസർ, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഈ ഒരു മണത്തക്കാളി കീര ഹെൽപ്പ് ചെയ്യുമെന്നാണ് പറയുന്നത്. നാട്ടിൽ കിട്ടുമെന്ന് എനിക്ക് അറിയത്തില്ല കേട്ടോ. ഇതിനകത്ത് ഒരു ചെറിയ കായ്കളുണ്ട്. അപ്പോൾ ഇതിങ്ങനെ ഡ്രൈ ആക്കിയിട്ട് ഉണക്കി വറ്റലാക്കിയിട്ട് നമ്മുടെ സൂപ്പർ മാർക്കറ്റിൽ കിട്ടും. ഞാൻ കഴിഞ്ഞ മാസം അത് എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനത് ഈ വീഡിയോയിൽ കാണിക്കുന്നുണ്ട് ഇടയ്ക്ക്. അപ്പോൾ നിങ്ങൾ കണ്ടാൽ മതി. അങ്ങനെ ഞാൻ ആ കീരയൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തെടുത്തിട്ട്, ഇവിടെ കീര എന്നാണ് പറയുന്നത്, നമ്മുടെ നാട്ടിൽ ചീര എന്നാണല്ലോ പറയുന്നത്. അപ്പോൾ ചീരയൊക്കെ ഞാൻ ക്ലീൻ ചെയ്ത് വെച്ചിട്ട് ഇലയൊക്കെ ഒന്ന് നുള്ളി എടുത്തിട്ട് മേലേക്ക് വന്നു. തുണികൾ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ ഈ പനി വന്ന കാരണം കൊണ്ട് എനിക്ക് ഇപ്പോൾ വീട്ടിലെ ജോലികളൊക്കെ എനിക്ക് ഹെൽപ്പ് ചെയ്ത് തരുന്നത് ഹസ്ബൻഡാണ്. ഞാനൊന്നും തന്നെ ചെയ്യുന്നുണ്ടായിരുന്നില്ല. പിന്നെ ഹോസ്പിറ്റലിലൊക്കെ പോയിട്ടുണ്ടായിരുന്നു. മെഡിസിനൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്നിപ്പോൾ എനിക്ക് കുറച്ച് ഭേദം ആയതുകൊണ്ടാണ് വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചത്. പിന്നെ അത് കഴിഞ്ഞിട്ട് വന്നിട്ട് ഞാൻ വീഡിയോ റെക്കോർഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാൻ ഇങ്ങനെയാണ് വീഡിയോ റെക്കോർഡ് ചെയ്യാനായിട്ട് ഇരിക്കുന്നത് കേട്ടോ. നമ്മുടെ ചെറിയ റൂമുണ്ടല്ലോ, അവിടെ ഒരു ടേബിൾ ഇട്ടേക്കുന്ന സ്ഥലമില്ല, അതെൻ്റെ വർക്ക് സ്പേസ് ആണ്. അപ്പോൾ ഞാൻ വീഡിയോ ടൈം കിട്ടുന്നതിനനുസരിച്ച് ഫ്രീ ടൈമിലൊക്കെ ഇരുന്നിട്ട് എഡിറ്റ് ചെയ്ത് വെക്കും. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇതുപോലെ ഫ്രീ ടൈം കിട്ടുന്ന സമയത്ത് വോയിസ് കൊടുക്കും. മൈക്കൊന്നും എൻ്റെ അടുത്തില്ല. ഞാൻ വെറുതെ ഫോണിൽ നോക്കി സംസാരിക്കുകയാണ് ചെയ്യുന്നത്. കുറച്ച് അടുത്തോട്ട് വെച്ചിട്ടാണ് സംസാരിക്കുന്നത് ഫോണ്. അപ്പോൾ കണ്ണിനും ചെറിയൊരു പ്രശ്നമുണ്ട്. അപ്പോൾ സ്പെക്സൊക്കെ മേടിച്ച് വെക്കണം. അത് കഴിഞ്ഞിട്ട് ഞാൻ വന്നിട്ട് മില്ലറ്റ് ദോശയ്ക്കുള്ള റെസിപ്പിയും കൂടി ഷെയർ ചെയ്യാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കമ്പ്, റാഗി, പച്ചരി, ഉഴുന്ന്, ഇത്രയും കാര്യങ്ങളാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. കമ്പിൻ്റെയും റാഗിയുടെയും ഹെൽത്ത് ബെനിഫിറ്റ്സാണ് ഞാൻ സൈഡിൽ കൊടുത്തിട്ടുണ്ടായിരുന്നത്. നിങ്ങൾ ജസ്റ്റ് ഒന്ന് വായിച്ചാൽ മതി. അപ്പോൾ ഒരുപാട് ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉള്ളതാണ് കേട്ടോ ഈ കമ്പ് എന്ന് പറയുന്നത്. നാട്ടിലും കിട്ടും എന്നാണ് തോന്നുന്നത്. കമ്പുണ്ടല്ലോ, ഇത് ഒരുപാട് ഫൈബർ കണ്ടൻറ് ഉള്ളതാണ്. അതുപോലെ തന്നെ റാഗിയിലും ഒരുപാട് ഫൈബർ കണ്ടൻറ് ഉണ്ട്. പേൾ മില്ലറ്റ് എന്നാണ് കേട്ടോ ഇംഗ്ലീഷിൽ പറയുന്നത്. മലയാളത്തിൽ ഇതിൻ്റെ പേര് എനിക്കറിയത്തില്ല. കമ്പെന്ന് തന്നെയാണെന്നാണ് തോന്നുന്നത്. ഒരിക്കൽ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്ന വീഡിയോയിൽ ഇതിനെക്കുറിച്ച് പറഞ്ഞപ്പോൾ നമ്മുടെ സബ്സ്ക്രൈബർ നേതു പറഞ്ഞത് കമ്പെന്ന് തന്നെയാണ് മലയാളത്തിലും പറയുന്നത് അത്രേ. അപ്പോൾ എനിക്ക് ഇതിനെക്കുറിച്ച് അറിയാവുന്നത് ഇവിടെ ചെന്നൈയിൽ വന്നതിന് ശേഷമാണ്. ഞാൻ ഈ കമ്പെന്ന് പറയുന്ന സാധനം കണ്ടിട്ട് കൂടിയില്ല. ഇത് കഞ്ഞി വയ്ക്കാനും കൂഴുണ്ടാക്കാനും ഒക്കെയാണ് യൂസ് ചെയ്യുന്നത്. ദോശ ഉണ്ടാക്കുന്നതിൻ്റെ കാര്യം എനിക്ക് അറിയത്തില്ലായിരുന്നു കേട്ടോ. കഴിഞ്ഞ ദിവസം ഞാനിങ്ങനെ യൂട്യൂബിൽ തന്നെ കണ്ടതാണ്. അങ്ങനെയാണ് ഇതൊന്ന് ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചത്. അപ്പോൾ ഒരുപാട് ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉണ്ട്. ഫൈബർ കണ്ടൻറ്റ് ഒരുപാടുണ്ട്. അതുപോലെ തന്നെ ഡയബറ്റീസിനൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യും. ബ്ലഡിലെ ഷുഗർ ലെവലൊക്കെ കൺട്രോൾ ചെയ്യും കമ്പ്. അപ്പോൾ ഹെൽത്തി ആയിട്ടുള്ള റെസിപ്പീസും കൂടി നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ട്രൈ ചെയ്യുന്നത് എപ്പോഴും നല്ലതാണ് കേട്ടോ. അപ്പോൾ നല്ലപോലെ എല്ലാം ഒന്ന് കഴുകിയതിന് ശേഷം ഞാൻ അടച്ചു വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ മെഷർമെൻറ്റൊക്കെ സൈഡിൽ ഞാൻ കൊടുത്തതുകൊണ്ടാണ് എടുത്ത് പറയാത്തത്. പിന്നെ 2 ദിവസം മുന്നേ തന്നെ ഞാൻ
നമുക്ക് കുറച്ച് നെല്ലിക്ക അധികം മേടിച്ചിട്ടുണ്ടായിരുന്നു വീട്ടിൽ. അതൊക്കെ ഒന്ന് കുറച്ചെടുത്ത് അച്ചാറിട്ടിട്ടുണ്ട്. ബാക്കി ഞാൻ പച്ച നെല്ലിക്കയായിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇടയ്ക്കിടയ്ക്ക് ഞങ്ങളിങ്ങനെ കഴിക്കും. ഹസ്ബൻഡിനും അച്ഛനും ഒക്കെ കൊടുക്കും. എനിക്കും ഒക്കെ കഴിക്കാനായിട്ട് ഇഷ്ടമാണ്. ആമി അങ്ങനെ കഴിക്കത്തില്ല. ഇടയ്ക്ക് ഞാനിങ്ങനെ നെല്ലിക്ക ജ്യൂസൊക്കെ അവർക്ക് ഉണ്ടാക്കി കൊടുക്കാറുണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മുടെ ലഞ്ചിന് വേണ്ടിയിട്ട് ഇന്ന് മണത്തക്കാളി കീര തോരനാണ് വെക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ചീര ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. ഇതുപോലെ ചെറിയ ചെറിയ പീസസ് ആക്കി കട്ട് ചെയ്തെടുത്തു. അപ്പോൾ ഞാനിത് നന്നായിട്ട് കഴുകിയിട്ട് ഇതുപോലെ ഹോൾസ് ഉള്ളൊരു പാത്രത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിലെ വെള്ളം എല്ലാം പോയിട്ട് നല്ല ക്ലീൻ ആയിട്ട് ഇരിപ്പുണ്ട്. അപ്പോൾ ചീരത്തോരൻ വയ്ക്കാൻ വേണ്ടിയിട്ട് പാൻ അടുപ്പത്ത് വെച്ച് ചൂടാക്കിയതിന് ശേഷം വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തത്. അതിനുശേഷം അതിലേക്ക് കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. കടുക് ഒന്ന് പൊട്ടി വന്നതിന് ശേഷം ഇതുപോലത്തെ ഉണ്ട മുളകുണ്ടല്ലോ, വറ്റൽ മുളക്, ഇതാണ് കടുക് താളിക്കാനായിട്ട് ഇടുന്നത്. പിന്നെ കറിവേപ്പില വേണമെന്നുണ്ടെങ്കിൽ ഇടാം, ഞാൻ ഇട്ടിട്ടില്ല. ചീര ആയതുകൊണ്ടാണ് കറിവേപ്പില ഇടാത്തത്. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ കട്ട് ചെയ്ത് വെച്ചേക്കുന്ന ഒരു മണത്തക്കാളി ചീരയും കൂടി ചേർത്ത് കൊടുത്തിട്ട് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുത്തു. അപ്പോൾ ഇത് പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടാൻ കേട്ടോ. ചീരയ്ക്കൊന്നും ഒരുപാട് വേവില്ല. അങ്ങനെ ലോ ഫ്ലെയിമിൽ ഇട്ടതിന് ശേഷം ഇതൊന്ന് അടച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. ഒരു 5 മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്കും ഒന്ന് വാടി വന്നപ്പോൾ അതിലേക്ക് തേങ്ങയിലേക്ക് ജീരകം, നല്ല ജീരകം, വെളുത്തുള്ളി, മഞ്ഞൾപ്പൊടി, പച്ചമുളക് ഇത്രയും കൂടി ഇട്ടിട്ട് ഒന്ന് ചതച്ചെടുത്തതിന് ശേഷം മിക്സിയുടെ ജാറിലിട്ടൊന്ന് ചതച്ചതിന് ശേഷം ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ടിട്ട് ഇതുപോലെ ഒന്ന് സെൻറ്ററിലോട്ട് ആ അരപ്പ് വെച്ച് കൊടുത്തിട്ട് ഇലയൊന്ന് നന്നായിട്ടിട്ട് മൂടി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നല്ല പോലെ ഒന്ന് അരപ്പൊക്കെ ഒന്ന് വെന്ത് വരാനാണ്. ഒരു 10 മിനിറ്റെങ്കിലും ഇങ്ങനെ വെച്ചേക്കണം. അപ്പോഴത്തേനും നന്നായിട്ട് തന്നെ നമ്മുടെ ഒരു അരപ്പൊക്കെ ഒന്ന് വെന്ത് കിട്ടും. ഇനി ഇത് ഓപ്പൺ ചെയ്തെടുക്കുമ്പോഴത്തേക്കും ചെറുതായിട്ട് വെള്ളം ഇങ്ങനെ കാണും. അപ്പോൾ വെള്ളം നന്നായിട്ട് വറ്റിച്ചെടുക്കുമ്പോഴത്തേക്ക് നല്ല ഡ്രൈ ആയിട്ട് കിട്ടും കേട്ടോ. അങ്ങനെ അത് അവിടെ റെഡിയാവുന്നുണ്ട്. പിന്നെ ഇതിനിടയിൽ അമ്മ നാട്ടിൽ നിന്ന് കൊണ്ടുവന്നിട്ടുള്ള നെത്തോലിയുടെ ഉണക്കമീൻ ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളിവിടെ നെത്തോലി മീനൊന്നും മേടിക്കാറില്ല കേട്ടോ. ഇതുപോലെ ഉണക്കമീൻ ഒന്നും തന്നെ മേടിക്കാറില്ല. കാരണം ഇവിടുത്തെ അച്ഛന് BP ഉള്ളതാണ്. പിന്നെ നമുക്കങ്ങനെ ഇത് കഴിക്കുന്നതിനോട് അത്ര താല്പര്യമില്ല. പക്ഷേ നാട്ടിൽ നിന്ന് അമ്മയോട് ഞാൻ പറഞ്ഞില്ലായിരുന്നു ഞങ്ങൾ കഴിക്കില്ല എന്ന്. അങ്ങനെ കൊണ്ടുവന്നതാണ്. BP ഉള്ള കാരണം കൊണ്ടാണ് കഴിക്കാത്തത് ഞങ്ങൾ. അങ്ങനെ മുന്നേയൊക്കെ ഒരുപാട് കഴിക്കുമായിരുന്നു കേട്ടോ. ഇപ്പോൾ ഈ ഇടയ്ക്കാണ് നിർത്തിയത്. 2-3 വർഷം കൊണ്ട് ഞങ്ങളിത് കഴിക്കുന്നതേ ഇല്ല. ഒരു ഉണക്കമീൻ ഞങ്ങൾ കഴിക്കാറില്ല. അങ്ങനെ ഉണക്കമീനൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. കുറേ വെള്ളത്തിൽ കഴുകണം. നന്നായിട്ട് മണ്ണുള്ളതാണ് നെത്തോലിയുടെ ഉണക്കമീൻ. അപ്പോൾ ഞാനിന്ന് ചെന്നൈ സ്റ്റൈലിലാണ് ഇത് കറി വയ്ക്കാനായിട്ട് പോകുന്നത് കേട്ടോ. ഒരുപാട് വെള്ളത്തിൽ കഴുകി അതിലെ മണ്ണൊന്ന് കളഞ്ഞെടുക്കണം. മണൽ ഒരുപാട് കാണും. പിന്നെ അതിൻ്റെ തലയും വാലും ഒക്കെ ഒന്ന് നുള്ളിയെടുത്ത് കളഞ്ഞതിന് ശേഷം നമ്മൾ വീണ്ടും കുറേ വെള്ളത്തിലൊന്ന് കഴുകിയെടുത്താൽ മതി. പിന്നെ ഇന്ന് കറി വയ്ക്കാൻ പോകുന്നത് ചെന്നൈ സ്റ്റൈലാണെന്ന് പറഞ്ഞല്ലോ, അതുകൊണ്ട് തന്നെ നമ്മൾ നല്ലെണ്ണയിലാണ് ചെയ്യുന്നത്. ഇതിന് പകരം വെളിച്ചെണ്ണ എടുക്കാം കേട്ടോ. അത് കഴിഞ്ഞിട്ട് ചട്ടി അടുപ്പത്ത് വെച്ച് ചൂടാകുമ്പോൾ നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കാം. കടുകും ഉലുവയും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് പൊട്ടിച്ചെടുക്കാം. അതിനുശേഷം ഇതിലേക്ക് കറിവേപ്പിലയും കുറച്ച് വെളുത്തുള്ളിയും കൂടി പൊളിച്ചത് ചേർത്ത് കൊടുക്കുക. മുഴുവനായിട്ട് തന്നെ വെളുത്തുള്ളി ചേർത്ത് കൊടുക്കുക. അതിനുശേഷം ഒരു 2-3 ചെറിയ സവാള ഇതുപോലെ നുറുക്കിയത്. വലിയ സവാളയാണെങ്കിൽ 1-1.5 എടുക്കാം. ഇതുപോലെ ഒന്ന് വലുതായിട്ട് കട്ട് ചെയ്തതാണ്. ചെറിയ ഉള്ളി ചേർക്കുമ്പോഴാണ് കേട്ടോ അതിൽ നല്ല ടേസ്റ്റ് കിട്ടുന്നത്. അതിനുശേഷം നന്നായിട്ട് ഇതൊന്ന് വാടി വന്നതിന് ശേഷം ഇതിലേക്ക് നമ്മൾ കുഴമ്പ് മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. അങ്ങനെ കുഴമ്പ് മുളക് പൊടിയും കൂടി ഇട്ടിട്ട് അതിൻ്റെ പച്ചമണം പോകുന്നവരൊന്ന് വഴറ്റിയെടുത്തതിന് ശേഷം അതിലേക്ക് 2 മീഡിയം സൈസിലുള്ള തക്കാളിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതൊന്ന് നന്നായിട്ടൊന്ന് വെന്ത് കുഴഞ്ഞ് വരുന്നവരത്തേക്ക് ഒന്ന് അടച്ചു വെച്ചിട്ടുണ്ട്. അതിനുശേഷം അടപ്പൊന്ന് ഓപ്പൺ ചെയ്തതിന് ശേഷം നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കുക. അത് കഴിഞ്ഞിട്ട് നമ്മളിതിലേക്ക് കുറച്ചധികം തന്നെ പുളിവെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഒരുപാട് പുളിവെള്ളം ചേർത്ത് കൊടുക്കണം. പുളി ഇതിൽ മുന്നിട്ട് നിൽക്കുമ്പോഴാണ് ടേസ്റ്റ് കിട്ടുന്നത്. ഇവിടുത്തെ മീൻ കറി വയ്ക്കുന്നതും സെയിം പ്രൊസീജിയറാണ്. ഇതിന് മുന്നേ ഞാൻ കാണിച്ചിട്ടുണ്ട്. മീൻ കറിയിൽ നമ്മൾ പെരുംജീരകവും നല്ല ജീരകമൊക്കെ ചേർക്കും. ഇതിൽ നമ്മൾ പെരുംജീരകവും നല്ല ജീരകമൊന്നും ചേർത്തിട്ടില്ല. ആ ഒരു വ്യത്യാസമേ ഉള്ളൂ കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഈ കറി നന്നായിട്ടൊന്ന് തിളച്ച് വരുമ്പോഴത്തേക്കും അതിലേക്ക് നെത്തോലി ഉണക്കമീൻ ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട്. നമ്മളിതിലേക്ക് ഉപ്പെല്ലാം കഴുകി കളഞ്ഞ കാരണം കൊണ്ട് ഒട്ടും തന്നെ ഉപ്പില്ലായിരുന്നു കേട്ടോ. അപ്പോൾ പാകത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് ഒന്ന് അടച്ചു വെച്ചിരുന്നാൽ മതി.
10-15 മിനിറ്റ് ഒന്ന് തിളയ്ക്കുമ്പോഴത്തേക്കും ലോ ഫ്ലെയിമിലിട്ടിട്ട് തിളപ്പിക്കുമ്പോഴത്തേക്കും തന്നെ നന്നായിട്ട് ഇതിൽ നിന്ന് എണ്ണയൊക്കെ ഒന്ന് പിരിഞ്ഞ് വരും. പിന്നെ വേണമെന്നുണ്ടെങ്കിൽ എരിവിന് ആവശ്യത്തിനുള്ള കുഴമ്പ് മുളക് പൊടി വീണ്ടും ചേർത്ത് കൊടുക്കാം. കുഴമ്പ് മുളക് പൊടി ഇല്ലയെന്നുണ്ടെങ്കിൽ വിഷമിക്കേണ്ട കാര്യമില്ല. നല്ല എരിവുള്ള മുളക് പൊടിയും മല്ലിപ്പൊടിയും ഒരു നുള്ളു മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ അതവിടെ ആവുന്നുണ്ട്. അപ്പം ഞാൻ പറഞ്ഞല്ലോ മണത്തക്കാളിയുടെ വറ്റൽ മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതാണ് സംഭവം. നമ്മൾ നേരത്തെ കണ്ടില്ലേ ചെടിയിലുണ്ടായിരുന്ന ഒരു കായ്, അത് ഉണക്കി വെച്ചേക്കുന്നതാണ്. മാർക്കറ്റിലിവിടെ അവൈലബിൾ ആണ്. പിന്നെ ഇത് ചുണ്ടയ്ക്ക വത്തലാണ് കേട്ടോ. നമുക്കിവിടെ വത്തക്കുഴമ്പൊക്കെ ഉണ്ടാക്കാനായിട്ട് ഞാനിത് എടുക്കാറുണ്ട്. അപ്പോൾ ഈ ഒരു മണത്തക്കാളിയുടെ വത്തൽ ഞാൻ ഇതുവരെയും യൂസ് ചെയ്തിട്ടില്ല. അപ്പോൾ വത്തക്കുഴമ്പ് ഉണ്ടാക്കുമ്പോഴത്തേക്ക് ഞാൻ റെസിപ്പി ഷെയർ ചെയ്തേക്കാം. ഇതിനിടയിൽ നമ്മുടെ ഉണക്കമീൻ നന്നായിട്ട് തന്നെ തിളച്ച് വന്നിട്ടുണ്ട്. എണ്ണയൊക്കെ പിരിഞ്ഞ് വന്നു. നമ്മളിതിലേക്ക് കറിവേപ്പില കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ ഉണക്കമീൻ കറിയൊക്കെ റെഡി ആയിട്ടുണ്ട്. ചീര തോരനും റെഡി ആയിട്ടുണ്ട്. നമ്മളിനിപ്പോൾ ചോറ് കഴിക്കാനായിട്ട് പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ലഞ്ചിന് കറികൾ ഇതൊക്കെയാണ്. പിന്നെ നെല്ലിക്ക അച്ചാറും കൂടി എടുത്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഞങ്ങൾ ഭക്ഷണമൊക്കെ കഴിച്ചു. അപ്പോൾ ഇത് സാറ്റർഡേ എടുത്തിട്ടുള്ള വീഡിയോ ആണ്. അതുകൊണ്ട് തന്നെ ഞങ്ങളിന്ന് വൈകുന്നേരം ഒന്ന് പുറത്തൊക്കെ പോകാനായിട്ട് ഇരിക്കുവാണ്. വീക്കെൻഡ്സിലാണ് ഞങ്ങൾ പുറത്തൊക്കെ പോകുന്നത് കേട്ടോ. പുറത്ത് ഇതുപോലെ മീൻ കൊണ്ട് ഒക്കെ ഒന്ന് പോകുന്നത് സാറ്റർഡേ സൺഡേസിലാണ്. പിന്നെ രാവിലെ നമ്മൾ ഇഡ്ഡലി ബാറ്ററിന് ദോശ ബാറ്ററിന് ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ അരി ഉഴുന്നൊക്കെ, അതൊക്കെ ഒന്ന് അരച്ച് വെച്ചിട്ട് വേണം പോകാനായിട്ട്. ഞാനിതുപോലെ പുറത്തൊക്കെ പോകുന്ന ദിവസങ്ങളിലാണെങ്കിൽ നേരത്തെ തന്നെ എല്ലാം ഒതുക്കി വെച്ചിട്ടേ പോകാറുള്ളൂ കേട്ടോ. വന്നിട്ട് പിന്നെ അന്ന് കിടന്ന് ചെയ്യാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് പാത്രം കൂടി കഴുകണമെന്നുണ്ടെങ്കിലും എല്ലാം കഴുകി സെറ്റാക്കി വെച്ചിട്ടാണ് പോകുന്നത്. പിന്നെ പുറത്തുനിന്ന് ഞങ്ങളങ്ങനെ നൈറ്റ് ഫുഡ് കഴിക്കാറില്ല. ഡിന്നർ നമ്മൾ വീട്ടിൽ വന്നിട്ട് തന്നെയാണ് ഉണ്ടാക്കുന്നത്. ടിഫിനാണ് മിക്ക ദിവസങ്ങളിലും ഉണ്ടാക്കുന്നത് കേട്ടോ. അപ്പോൾ ഈ ഒരു ദോശ ബാറ്റർ ഞാൻ മിക്സിയിലാണ് അരയ്ക്കുന്നത്. എനിക്ക് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു ഗ്രൈൻഡർ എടുക്കാനായിട്ട് ഭയങ്കര മടിയാണ്. നമ്മുടെ ഷെൽഫിനകത്ത് ഇരിപ്പുണ്ട്. അത് അവിടെ നിന്ന് വലിച്ചു തൂക്കി എടുത്തുകൊണ്ട് വരാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ. ഭയങ്കര വെയിറ്റാണ്. ഹസ്ബൻഡ് ഉണ്ടെങ്കിൽ എടുത്ത് തരും. ഇപ്പോൾ ഹസ്ബൻഡ് പുറത്ത് പോയേക്കുവാണ്. പിന്നെ മാത്രമല്ല നമുക്കും ഇന്ന് പുറത്ത് പോകണമെന്നുള്ളത് കൊണ്ട് ഇനിയിപ്പോൾ ഗ്രൈൻഡറൊക്കെ എടുത്തിട്ട് അത് കഴുകാനും ഒക്കെ പാടാണ്. എല്ലാം ചെയ്ത് വരുമ്പോഴത്തേക്കും കുറേ ലേറ്റാവും. അതുകൊണ്ട് എന്തായാലും ഞാൻ ഓർത്തു നമ്മുടെ മിക്സിയിൽ തന്നെ അരച്ചെടുക്കാമെന്ന്. അങ്ങനെ നമ്മുടെ റാഗിയും കമ്പും എല്ലാം ഒന്ന് അരച്ചെടുക്കുന്നുണ്ട്. ആദ്യം ഞാൻ ഉഴുന്നാണ് അരയ്ക്കുന്നത്. പിന്നീട് ടിഫിൻ റൈസിൽ കുറച്ച് ചോറിട്ടിട്ട് അരച്ചെടുക്കും. 2 തവിയോളം ചോറാണ് എടുത്തിട്ടുള്ളത്. ചെറിയ തവിയിലാണ്. പിന്നെ നമ്മൾ ഉലുവയും കൂടി ഇട്ടിട്ടാണ് അരി കുതിർത്താനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ അത് കഴിഞ്ഞിട്ട് കമ്പും റാഗിയും കൂടി ഒരുമിച്ചാണല്ലോ ഇട്ടിട്ടുണ്ടായിരുന്നത്. അതും ഒന്ന് നന്നായിട്ട് കഴുകിയതിന് ശേഷം ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ കളറ് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ. സാധാരണ നമ്മുടെ ദോശ ബാറ്ററിനേക്കാളും കുറച്ചും കൂടി ഒരു ഡാർക്ക് കളറാണ്. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് കൈ കൊണ്ട് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇതിലാണ് നമ്മുടെ ദോശ മാവ് പൊങ്ങി വരുന്നതിൽ ഇരിക്കുന്നത് കേട്ടോ. നന്നായിട്ട് പൊങ്ങി കിട്ടണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ നന്നായിട്ട് കൈ കൊണ്ട് ഒന്ന് വൃത്തിയായിട്ടൊന്ന് ഇങ്ങനെ ഇളക്കി മിക്സ് ചെയ്ത് കൊടുത്തുകൊണ്ടേ ഇരിക്കണം. കുറച്ച് നേരം തന്നെ അടിഭാഗത്ത് നിന്ന് മേലോട്ടേക്ക് നന്നായിട്ടൊന്ന് ഇങ്ങനെ മിക്സ് ചെയ്തെടുക്കുക. അപ്പോഴത്തേക്കും പിറ്റേ ദിവസം രാവിലെ ആകുമ്പോഴത്തേക്കും എത്ര തണുപ്പാണെങ്കിലും നന്നായിട്ട് മാവ് പൊളിച്ച് കിട്ടും. അപ്പോൾ ഞാനത് നെക്സ്റ്റ് പോർഷനിൽ കാണിക്കുന്നുണ്ട് നമ്മുടെ മാവ് രാവിലെ പൊങ്ങി വരുന്നതൊക്കെ. അങ്ങനെ ഞാൻ ദോശ ബാറ്ററൊക്കെ അരച്ചു. അതിനുശേഷം ഉപ്പൊന്നും ഇട്ടിട്ടില്ല കേട്ടോ. അങ്ങനെ തന്നെ അങ്ങ് അടച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ സൈഡിലൊക്കെ നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട് മാവ് അരച്ചിട്ടുള്ള പാത്രത്തിൽ. ഇല്ലെങ്കിൽ എനിക്ക് ഭയങ്കര ഒരു ബുദ്ധിമുട്ടാണ്. ടിഷ്യൂ പേപ്പർ കൊണ്ട് നന്നായിട്ടൊന്ന് തുടച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മുടെ മിക്സിയുടെ ജാറും കൈയോടെ തന്നെ കഴുകിയിട്ടുണ്ട് കേട്ടോ. അത് മിക്സിയുടെ ജാർ ഇതുപോലെ അരി ഉഴുന്ന് അരയ്ക്കുമ്പോഴത്തേക്കും ക്ലീൻ ചെയ്യാൻ ഈസി ആയിട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ വിം ജെല്ല് ഇതുപോലെ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട്
കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സിയിൽ അരച്ചെടുത്താൽ മതി. അപ്പോഴത്തേക്ക് നന്നായിട്ട് ക്ലീനായിട്ട് കിട്ടും കേട്ടോ. പിന്നെ അത് കഴിഞ്ഞിട്ട് മിക്സിയുടെ വാഷറും കൂടി ഒന്ന് ഊരിയിട്ട് നന്നായിട്ട് കഴുകിയെടുത്താൽ മതി. പിന്നെ ഇത് ഞാൻ ഈ ഇടയ്ക്ക് നമ്മൾ ഗ്രോസറീസ് മേടിച്ചപ്പോഴത്തേക്കും സൂപ്പർ മാർക്കറ്റിൽ കണ്ടതാണ്. വിമ്മിൻ്റെ തന്നെ പൂജാ വെസൽസ് കഴുകുന്നതിൻ്റെ ലിക്വിഡാണിത്. അപ്പോൾ ഇത് ഞാൻ സൂപ്പർ മാർക്കറ്റിൽ കണ്ടപ്പോഴത്തേക്ക് എടുത്തതാണ് കേട്ടോ. അപ്പോൾ ഞാനിതിലാണ് ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് നമ്മുടെ പൂജാപാത്രങ്ങൾ കഴുകുന്നത്. അത്യാവശ്യം നന്നായിട്ട് തന്നെ ക്ലീനായിട്ട് കിട്ടുന്നുണ്ട് കേട്ടോ. കുറച്ച് ഈസിയാണ് ചെയ്യാനായിട്ട്. അതിൻ്റെ പുറകിൽ തന്നെ ഇൻസ്ട്രക്ഷൻസൊക്കെ കൊടുത്തിട്ടുണ്ട്. അത് ആദ്യം നമ്മൾ ഈ ലിക്വിഡ് പാത്രത്തിൽ ഒഴിക്കുക, അതിനുശേഷം പൂജാപാത്രങ്ങളിൽ ഒഴിക്കുക, 1-2 ഡ്രോപ്പ് ഒഴിച്ചാൽ മതി. അതിനുശേഷം നല്ല സ്പോഞ്ച് വെച്ചിട്ട് നന്നായിട്ടൊന്ന് തേച്ചെടുക്കുക. അത് കഴിഞ്ഞിട്ട് നല്ല വെള്ളത്തിൽ കഴുകിയെടുത്താൽ മതി. എന്നിട്ട് നല്ല ഡ്രൈ ക്ലോത്ത് വെച്ചിട്ട് തുടച്ചെടുത്താൽ മതി എന്നാണ് അതിൽ എഴുതിയിരിക്കുന്നത്. അതുപോലെ ഒന്ന് ഫോളോ ചെയ്താൽ മതി. നല്ല വൃത്തിയായിട്ട് തന്നെ നമ്മുടെ പാത്രം ഒന്ന് ക്ലീനായിട്ട് കിട്ടും. പിന്നെ ഒരുപാട് അഴുക്കുള്ളപ്പോഴെങ്ങനെയാണെന്ന് അറിയത്തില്ല കേട്ടോ. എൻ്റെ വിളക്കൊന്നും അത്രയ്ക്ക് അഴുക്ക് പിടിക്കാറില്ല, അതുകൊണ്ട് എനിക്കറിയത്തില്ല എങ്ങനെയാണെന്ന്. പക്ഷെ ഇപ്പം ഞാൻ റീസെൻ്റായിട്ട് ഇതാണ് യൂസ് ചെയ്യുന്നത്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ പുറത്തേക്ക് ഒന്ന് വന്നിട്ടുണ്ട് കേട്ടോ. നമ്മളിന്ന് അണ്ണാനഗർ ടവറിലാണ് വന്നിട്ടുള്ളത്. കുറേ നാളായി ഇങ്ങോട്ട് വന്നിട്ട്. അങ്ങനെ ഇപ്പോൾ എന്തായാലും ഇവിടേക്ക് വരാമെന്ന് വിചാരിച്ചിട്ട് ആമിയെ കൊണ്ടുവന്നൊന്ന് പാർക്കിലൊക്കെ ഒന്ന് കാണിക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് വന്നതാണ് കേട്ടോ. അങ്ങനെ അവളെ അവിടെ ഒന്ന് ഊഞ്ഞാലൊക്കെ അടുപ്പിച്ചു. പിന്നെ ഞങ്ങളും കുറച്ചൊന്ന് നടക്കുകയൊക്കെ ചെയ്തു. കുറച്ച് നേരം നടന്ന് അവിടേക്ക് നിന്നിരുന്ന് കാര്യമൊക്കെ പറഞ്ഞതിന് ശേഷം നേരെ വന്നിട്ട് ഇവിടെ പൊട്ടറ്റോ വാല എന്ന് പറഞ്ഞിട്ട് ഒരു പുതിയ ഷോപ്പ് തുടങ്ങിയിട്ടുണ്ട്. അവിടെ നിന്ന് അമ്മയ്ക്കൊരു സ്പ്രിംഗ് പൊട്ടറ്റോ മേടിച്ചു കൊടുത്തു. ഞങ്ങൾ ഒരു ഐസ്ക്രീം വെച്ച് കഴിക്കുകയും കൂടെ ചെയ്തു കേട്ടോ. അങ്ങനെ ഞങ്ങൾ ഇവിടെ വന്ന് ടവറിൻ്റെ ഇവിടെ ഫ്രണ്ടിൽ വന്ന് നിന്ന് വീഡിയോ ഒക്കെ എടുത്തുകൊണ്ട് ആ ഒരു ഗ്യാപ്പിൽ ഹസ്ബൻഡ് വീണ്ടും ഓടാനായിട്ട് പോയിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ എക്സസൈസ് ചെയ്യാനാണ് ഒരുപാട് ആൾക്കാർ വരുന്നത്. അങ്ങനെ ഹസ്ബൻഡ് 1-2 റൗണ്ട് ഒന്ന് ഓടിയിട്ട് വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഞങ്ങളോട് ഇവിടെ വെയിറ്റ് ചെയ്യാനായിട്ട് പറഞ്ഞായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങളിവിടെ വെയിറ്റ് ചെയ്ത് നിന്നു. അത് കഴിഞ്ഞിട്ട് ഹസ്ബൻഡ് വന്നതിന് ശേഷം ഞങ്ങൾ കുറച്ച് നേരം കൂടി ഇവിടെ നിന്ന് ടൈം സ്പെൻഡ് ചെയ്തു. അപ്പോൾ ആമിയെ ഈ ഒരു ആനപ്പുറത്തൊക്കെ ഒന്ന് കയറ്റി ഇരുത്തിയിട്ടുണ്ട് ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ടാണ്. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ വീട്ടിലേക്ക് വന്നു കേട്ടോ. അത് കഴിഞ്ഞിട്ട് പിറ്റേ ദിവസം രാവിലെയാണ് ഞാൻ വീഡിയോ എടുത്തിട്ടുള്ളത്. അപ്പോൾ രാവിലെ തന്നെ നല്ല ക്ലൈമറ്റ് ആയിരുന്നു. അത്യാവശ്യം മഴ പെയ്തിട്ടുണ്ടായിരുന്നു തലേന്ന് രാത്രി. അപ്പോൾ കണ്ടോ നമ്മുടെ ദോശ ബാറ്റർ പൊങ്ങി വന്നേക്കുന്നത്. അപ്പോൾ ഞാൻ തലേ ദിവസം നൈറ്റ് നമ്മൾ പുറത്ത് പോയിട്ട് വന്നതിന് ശേഷം തന്നെ 2-3 പാത്രത്തിലേക്ക് ഈ മാവിനെ മാറ്റിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പുളിച്ച് പൊങ്ങി കിട്ടുന്നത് ഇതുപോലെ നന്നായിട്ട് പൊങ്ങി വരുമെന്ന് എനിക്ക് അറിയാവുന്നതുകൊണ്ട് 3 പാത്രത്തിലേക്ക് കൺവേർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നിട്ട് 2 പാത്രത്തിലുള്ളത് ഞാൻ ഫ്രിഡ്ജിലേക്ക് വെച്ചു. ബാക്കി ഒരു വലിയ പാത്രത്തിൽ നമ്മൾ അരച്ച് വെച്ചിട്ടുണ്ടായിരുന്ന പാത്രം വെളിയിൽ തന്നെ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. കണ്ടോ, ആ ഒരു ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നതും അത്യാവശ്യം പൊങ്ങി തന്നെയാണ് ഇരിക്കുന്നത്. നൈറ്റ് നമ്മൾ പുറത്തൊക്കെ പോയിട്ട് വന്നപ്പോഴത്തേക്കും മാവ് നന്നായിട്ട് പൊളിച്ച് പൊങ്ങിയായിരുന്നു. അങ്ങനെ ഞാൻ ഫ്രിഡ്ജിലിരിക്കുന്ന ആ ഒരു പാത്രത്തിലിരുന്നതും കൂടി ഈ പുറത്ത് വെച്ചിരുന്ന പാത്രത്തിലുള്ളതും കൂടി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ രണ്ടും കൂടി മിക്സ് ചെയ്തെടുക്കുമ്പോഴത്തേക്കും കറക്റ്റായിരിക്കും. പുളിപ്പൊന്നും ഒരുപാട് അങ്ങനെ തോന്നത്തില്ല. ഇങ്ങനെ ഒരുപാട് ബൾക്കായിട്ട് അരയ്ക്കുന്ന സമയത്ത് ഞാൻ ഇങ്ങനെയൊക്കെയാണ് ചെയ്യുന്നത്. 3-4 പാത്രങ്ങളിലേക്കൊക്കെ മാറ്റിയിട്ട് ഇതുപോലെ കുറേ എടുത്ത് ഫ്രിഡ്ജിലേക്ക് വെക്കും. പിറ്റേ ദിവസം ആകുമ്പോഴത്തേക്കും പഴയ മാവും പുതിയ മാവും കൂടി മിക്സ് ചെയ്തെടുക്കും. അപ്പോൾ ഒരുപാട് പുളിപ്പ് തോന്നത്തില്ല കേട്ടോ. പിന്നെ മുന്നേക്ക് ആണെങ്കിൽ ഞാനിതുപോലെ ചെയ്യത്തില്ലായിരുന്നു. ഈ ഇടയ്ക്കാണ് ഇങ്ങനെ ചെയ്യാനായിട്ട് തുടങ്ങിയത്. അതുപോലെ തന്നെ ഉപ്പിട്ട് കലക്കി വയ്ക്കുമായിരുന്നു മുന്നേക്ക്. ഇപ്പം ഞാനങ്ങനെ ഉപ്പിട്ട് വയ്ക്കാറില്ല കേട്ടോ. അപ്പോൾ രാവിലെ തന്നെയാണ് ഉപ്പിടുന്നത്. അപ്പോൾ ഇപ്പം നമുക്ക് ആവശ്യത്തിന് ദോശ ചുട്ടെടുക്കാനുള്ള മാവ് ഞാനെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്, ഉപ്പിട്ടിട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ എല്ലാ മാവിലും ഞാൻ ഉപ്പ് ചേർത്തിട്ടില്ല. ഉപ്പ് ചേർക്കാതെ ഒരു പാത്രം സെപ്പറേറ്റ് ആയിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. അത് ഞാൻ ഫ്രിഡ്ജിലേക്ക് തന്നെ വെച്ചു. അപ്പോൾ ഇത് നമ്മൾ ദോശ ചുടാനായിട്ട് പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ നല്ല ഹെൽത്തിയാണ്, നല്ല ടേസ്റ്റുമാണ്. ഡയബറ്റീസ് ഉള്ള ആൾക്കാർക്കൊക്കെ ഈ ദോശ കഴിക്കാനായിട്ട് ബെസ്റ്റാണ് കേട്ടോ. നിങ്ങൾക്കിതിൽ വേണമെന്നുണ്ടെങ്കിൽ നെയ്യ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. നമ്മൾ സാധാരണ ദോശ കഴിക്കുന്നതിനേക്കാളും ഒരു വ്യത്യാസമുള്ളൊരു ടേസ്റ്റാണ്. കാരണം റാഗിയാണല്ലോ ചേർത്തിരിക്കുന്നത്. ഒരു ചോക്ലേറ്റിൻ്റെയൊക്കെ ഫ്ലേവർ തോന്നും. നല്ല ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ ഇന്നത്തെ വീഡിയോയിലെ വിശേഷങ്ങൾ. പുതിയൊരു വീഡിയോ ഇട്ട് നമുക്കിനി വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.